സ്റ്റാർട്ടിംഗ് 11 മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡുറാൻഡ് കപ്പിൽ ക്വാർട്ടർ ഫൈനലിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ ഇതുവരെ ഒരു പുതിയ സ്ട്രൈക്കറെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടില്ല. എന്നാൽ സൈനിങ് ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് താരത്തെ സൈൻ ചെയ്യുന്നതിനായി നമുക്ക് കാത്തിരിക്കാം. ആദ്യമായി നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ക്വാമെ പെപ്രയുടെ ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഡുറാൻഡ് കപ്പിൽ മികച്ച പ്രകടനം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനായി ക്വാമെ പെപ്ര കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ഡുറാൻഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയിട്ടുള്ള താരം ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ ക്വാമെ പെപ്രയാണ്. 3 മത്സരങ്ങളിൽ നിന്ന് 4 അസിസ്റ്റുകളാണ് താരം ബ്ലാസ്റ്റേഴ്സിനായി നേടിയിട്ടുള്ളത്. ഈ ഡുറാൻഡ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനായി 4 ഗോളുകളും 4 അസിസ്റ്റുകളുമാണ് താരത്തിന്റെ സംഭാവന. ഒരു പ്രോപ്പർ സ്ട്രൈക്കറും കൂടി ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിൽ വന്നു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റം അടുത്ത സീസണിൽ ഒരു മികച്ചതാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനായിട്ടുള്ള നടപടികൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ഘട്ടം ക്വാർട്ടർ ഫൈനലാണ്. ബ്ലാസ്റ്റേഴ്സിനെ ക്വാർട്ടർ ഫൈനലിൽ കാത്തിരിക്കുന്നത് ഒരു മികച്ച എതിരാളികൾ തന്നെയാണ്. ഒരുപക്ഷെ മോഹൻ ബഗാനോ ഈസ്റ്റ് ബംഗാളോ ആയിരിക്കാം ബ്ലാസ്റ്റേഴ്സിന്റെ ക്വാർട്ടർ ഫൈനലിലെ എതിരാളികൾ. ഡുറാൻഡ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി ഒരു താരവും കൊണ്ടുവരാത്ത നേട്ടമാണ് ക്വാമെ പെപ്ര സ്വന്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയ താരങ്ങളുടെ പട്ടികയിൽ ക്വാമെ പെപ്രയാണ് 1-ാം സ്ഥാനം നിൽക്കുന്നത്. താരത്തിനായി തുടരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.